ടവർ പോലും ഇല്ല, ആണ് ഏറ്റവും വിഷയം അല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കും ഫോൺ നമ്മൾ എവിടെയാണെന്നുള്ളത്. നോക്കാം, കണ്ടുപിടിക്കാം. കുന്തം പോയാൽ കുടത്തിൽ തപ്പണമെന്നാണ് പ്രാവില്. ഓക്കെ, നമ്മൾ മുറിയിൽ ഫുൾ നോക്കിയായിരുന്നു, അവിടെ ഒന്നും ഫോണില്ല. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ കോവിലിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കോവിലിൽ തൊഴിൽ പുറത്തിറങ്ങിയ ശേഷമാണ് നമ്മൾ ആലോചിച്ചത്. കാറിലും ഇല്ല റൂമിലും ഇല്ല. അപ്പോഴാണ് കൺഫേം ആയത് ഫോൺ കയ്യിൽ മിസ്സായെന്നുള്ള കാര്യം. അപ്പോൾ കോവിലത്ത് വേറൊരു കൗണ്ടർ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ നോക്കിയില്ല. അങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ ഒരു ഫൈനൽ ചാൻസ് ഉണ്ട്, CCTV ക്യാമറ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റ് അവിടെ മിസ്സായെന്നുള്ളത്. എന്തായാലും ശരിയാവും. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. നിങ്ങൾ മറ്റേ പാന്റിന്റെ ബാക്ക് പോക്കറ്റിലോ പാന്റിന്റെ നിങ്ങൾ മുണ്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കോവിലിൽ പോയിട്ട് വന്നായിരുന്നു, അവിടെ ഫുള്ള് നോക്കി CCTV ക്യാമറ ഒക്കെ അവിടത്തുമില്ല. അപ്പോൾ ഫോൺ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പ്രവീണിനെ പ്രാങ്ക് ചെയ്ത് ഫോൺ തിരിച്ചിട്ടേക്കുന്നത് 2ാം ജന്മം. അതൊരു സ്ക്രാച്ച് പോലെ അല്ല ഇത്. ഈ മുണ്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി ഒരു മുണ്ട് കുറഞ്ഞ വിടുന്ന വാങ്ങിച്ചു. ഫോണും പേഴ്സ് ബോണറ്റ് വെച്ചായിരുന്നു, എന്നിട്ട് എടുത്തില്ല. പേഴ്സ് മാത്രമേ എടുത്തുള്ളൂ. ഫോൺ ഇവിടെ ഇരുന്നു, ബോണറ്റ് വെച്ചിരുന്നു. വണ്ടി തിരിച്ചു പിന്നെ വളവിൽ വളച്ചപ്പോഴത്തേക്ക് ആ റോഡിലോട്ട് തെറിച്ചു പോയി. അപ്പൊ അവിടെ നിന്ന് ഒരാളെടുത്ത് കൈ വെച്ചിരുന്നു. ഇതെവിടെ കിട്ടി? അയാൾ ഇവിടെ കൊണ്ടു തന്നപ്പോ അത് ദൈവതയാണ്. ഈ ഫോൺ നോക്കി ഒരു സ്ക്രാച്ച് പോലും ഇല്ല. എവിടെ റിസോർട്ട് എടുന്ന ഒരാള്, അയാള് റിസോർട്ട് എടുന്ന ആളൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുന്നു. പക്ഷെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ടാ. അപ്പൊ അയാള് നമ്മളെ കിടന്ന് വിളിച്ചത്, നമ്മളിത് വീശി എടുത്തപ്പോ പോയാൽ അയാളടുത്ത് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ജംഗ്ഷൻ പുറകിൽ ആൾട്ടക്കാർ വന്നപ്പോൾ അറിഞ്ഞെടുത്ത് ആ ഇന്നോവ ഒന്ന് ചേസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഫോൺ കിട്ടിയാലും പറയാമെന്ന്. അപ്പൊ ഇന്നോവ നമ്മുടെ പറയും, നമ്മളെല്ലാം അഗ്രഹാരത്തോട്ട് തിരിച്ച് കയറി പോയാത്തോട്ട് അവനെങ്കിൽ മറ്റേ ആൾട്ടോ നേരെ പോയി. ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അയാൾ, ഞാൻ അവിടെ CCTV നോക്കിക്കൊണ്ട് അയാൾ 1-2 പേര് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു. അപ്പോഴാണ് പറയുന്നത് എനിക്ക് അയാളെങ്ങനെ ഇയാളെ തന്നെ വിളിച്ചത് കറക്റ്റ്. സത്യം പറഞ്ഞാൽ ആദ്യം ആ പുള്ളിക്കാരൻ ഫോൺ കിട്ടിയ ഉടനെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് അറിയിച്ചായിരുന്നു. ഇപ്പോൾ പോലീസുകാർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് ദേവസ്വം ബോർഡ് അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ അറിയിച്ചപ്പോഴാണ് നമ്മളവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് കറക്റ്റ് ടൈമിങ്ങിൽ. അങ്ങനെ ഫോൺ നമ്മളൊക്കെ കെട്ടുകയും പുള്ളിക്ക് താങ്ക്സ് പറയുകയും സന്തോഷമായിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമാക്സ് ആണ് നടന്നിട്ടുള്ളത്. ആദ്യം ഒന്ന് വിഷമിച്ചാലും ക്ലൈമാക്സിൽ നമ്മൾ പൊളിച്ച് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി മൂഡിൽ നിൽക്കുകയാണ് വിഷ്ണുട്ടാ. അല്ലടാ, നല്ല ഹാപ്പി മൂഡല്ലേ ഇപ്പൊ? ഹാപ്പി. ഇപ്പൊ ചെലവുണ്ടേ? എന്റെ ബാഗ് തുറന്നാ ഫുൾ ചെലവാണ്. ചില സമയത്തൊക്കെ ഇതുപോലത്തെ സംഭവം നടക്കാറുണ്ട് എല്ലാവർക്കും. നമ്മൾ ആ സമയത്ത് ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല വിശ്വാസമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നടക്കും. പിന്നെ ഒന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതി 2 കൈയും വിട്ട് നിലവിളിക്കാനൊന്നും നിൽക്കരുത്. ആത്മസംയമനം പാലിക്കുക, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക, അതിനുവേണ്ടി പണിയെടുക്കുക, പരിശ്രമിക്കുക. അത് തിരികെ നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അത് ഫോണായാലും സാമ്പത്തികമായാലും ജീവിതമായാലും എല്ലാം. സൽക്കർമ്മം ചെയ്യാൻ വന്നാൽ അത് നമുക്ക് എപ്പോഴും നല്ലതേ വരുത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തോ ഒരു നമ്മുടെ ഈ കോവിലിൽ 4 വട്ടം കയറിയാണെന്ന് ഒരു വിധി ഉണ്ടല്ലേ, അത് നമ്മൾ ആ പടി ഒന്നുകൂടെ ചൂടത്ത് കയറ്റിച്ച്. അപ്പൊ ചെറിയൊരു പാവം ഉണ്ടായിരുന്നു പെൻഡിങ് അല്ലേ. ഇന്നലെ വന്നപ്പോ അത് സുധീഷും അത് ചെയ്തിട്ടുണ്ട്. അതൊരു പാവം, അതുകൊണ്ടാണ് സുധീഷും കൂടെ അല്ല ഇന്നലെ വന്നപ്പോഴുള്ള പാവങ്ങളാണെന്ന് തോന്നുന്നു. എല്ലാരും കോണയടിച്ച പാവം പഴുത്ത പാറക്കല്ലുകൾ കോണയടിച്ച് എല്ലാരും നമ്മളോട് ക്ഷമിക്കുക. അതെ. അപ്പൊ ഇതാണ് കാളിന്തി നദി അല്ലേ. ആ മലയാണ് ബ്രഹ്മഗിരി മല. ആ ദൂരെ കാണുന്ന മലയാണ് ബ്രഹ്മഗിരി മല. അവിടെ നിന്നാണ് ഈ നദി ഉത്ഭവം. അപ്പൊ ഇവിടെ നിന്ന് ഒഴുകി പറഞ്ഞാൽ അവിടെ നിന്നാണ് അല്ലേ കറക്റ്റായിട്ട്. ഓ സൂപ്പർ. ഒഴുക്കില്ലേ നദി, വെള്ളം കുറവാണല്ലേ. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി. ഇവിടെ നിന്ന് കുളിക്കണമെങ്കിൽ കുളിക്കാം, പിന്നെ വെള്ളം കുറവായതുകൊണ്ട് വലിയ കാര്യമില്ല കുളിച്ചിട്ട്. ഒരു ചെറിയൊരു പാലമുണ്ട്. ഈ പാലം കിടന്ന് അപ്പുറത്ത് പോയാൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഗ്രാമങ്ങളായി പഞ്ചായത്ത് ഏരിയ അല്ലേ. എന്നാണ് ഐസ് വാട്ടർ. ഭയങ്കര വെയിലട്ടോ, ഒരു രക്ഷയില്ല. വയനാടെന്ന് പറഞ്ഞിട്ട് മഞ്ഞൊന്നും ഇല്ല ഇവിടെ. രാത്രി മാത്രം കുറച്ച് മഞ്ഞുണ്ട്, പകലെ ഫുൾ വെയിലാണ്. അപ്പോൾ ഇതിവിടുത്തെ ഒരു പട്ടിക്കൂട്ടനാണ്, നമ്മളെ കൂടെ എപ്പോഴും കാണും. പുള്ളി ഫുൾ സപ്പോർട്ടാണ്. പുള്ളി എന്തുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. ഒരു പുലിയോ കടുവയോ എവിടെന്നെങ്കിലും വന്നാൽ പോലും ഉടനെ കുറച്ച് അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു പരിചയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. പക്ഷേ ഈ പുള്ളിക്കാരൻ നമ്മളെ കൂടെ ഒരു സ്നേഹത്തിലും ഒരു സപ്പോർട്ടായിട്ട് കൂടെ കൊണ്ട് എല്ലാത്തിലും. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അഗൈൻ നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വേറെ വിഷയമൊന്നുമില്ല, വിഷമെല്ലാം മാറിക്കെട്ടി സൂപ്പർ ഹാപ്പിയാണ്. സുധീഷ് തമിഴ് ആയതുകൊണ്ട് ആ സംസാരത്തില് അഗൈൻ എന്ന് പറയുന്ന അഗൈൻ നമ്മൾ അഗൈൻ അമൗണ്ട് അല്ലേ, അമൗണ്ട് ഹിന്ദിക്കാരൻ പറഞ്ഞ ജീറോ കാടുമില്ലേ നമ്പർ. നമ്മളവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി മിലിറ്ററിയാണ്. പുള്ളി പച്ചമലയാളം സംസാരിച്ചോണ്ടിരുന്ന ആള് മിലിറ്ററി പോയി 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന പിന്നെ സംസാരിച്ചത് ജീറോ. ആരെങ്കിലും വല്ലതും പറഞ്ഞ ധംകി ദേത്തായേ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇത്ര നേരം ഓടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ബാക്കി കുറച്ച് പിന്നെ വ്ളോഗ് ചെയ്യാം. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞ് വരട്ടെ. ഇപ്പോൾ നമ്മൾ വൈകിട്ട് ചുമ്മാ ഒരു റൗണ്ട് പോയാണ് എങ്ങോട്ടെങ്കിലൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരിടത്തും പോയില്ല, ചുമ്മാ വീട്ടിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നല്ല സമയം പോയി അറിഞ്ഞില്ല. കുറേ മിംഗ്ലിംഗ് ആയി.
അതൊക്കെ വേണ്ടേ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ദിവസങ്ങൾ കുറേ ഉണ്ട്. നമ്മൾ എന്തായാലും ശനിയാഴ്ച പോകുള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് മാക്സിമം നല്ല ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സീനറിയാണ് ഫുള്ളായിട്ട്. മെയിനായിട്ട് പ്രവീൺ ചേട്ടൻ മീറ്റിംഗ് ഉണ്ടാകും ഉച്ചയ്ക്ക്. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകാത്തത്. ഇനി ഫ്രീ ആണല്ലോ, ഇനിയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിറങ്ങി നമ്മൾ ഇനിയും ഒരിക്കൽ കൂടെ നമ്മൾ പൊളിക്കും. അത് തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകണം? ഇപ്പം നമ്മളിപ്പം നല്ല മൃഗങ്ങളെയും കാണാൻ പറ്റുമോ നോക്കാം. സൈറ്റ് സീൻ. കാരണം ഇപ്പം മഴ പെയ്തു, 6 മണിയായി. അപ്പൊ എന്തായാലും റോഡിൽ ഏതെങ്കിലും മൃഗങ്ങൾ കാണും, സൈറ്റിംഗ് കിട്ടും. കൊളായിട്ടാണല്ലോ, കൊളയേട്ടാ അതും ഇവിടെയും കാണും. ഇതെല്ലാം കടിച്ച് രക്തം കുടിക്കും സുറുന്ന് അല്ലേ. അതുകൊണ്ട് പോയി ഒന്ന് നോക്കാം. അവിടെ ഒരു ഉണ്ണിയപ്പം കടയുണ്ട്, അതുവരെ പോയിട്ട് ചുമ്മാ പോയിട്ടാണ്, ചുമ്മാ റൗണ്ട് ഇങ്ങനെ കാറിൽ പോയിട്ട് ചുമ്മാ ഇരിക്കല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ മിംഗ്ലിംഗ് ആയില്ല അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. പ്രവീൺ ചേട്ടൻ നല്ല കമ്പനിയാണ്, വിഷ്ണുവായിട്ടായിട്ട് നല്ല കമ്പനി ആവണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ അല്ലേ. വിഷ്ണുവിന്റെ ഉള്ളിലെ ഇത്രയും പറയണം അതൊക്കെ. വേറെ അർത്ഥത്തിലല്ല പറഞ്ഞ ആ ഒരു ഊർജം. ഊർജം പ്രശ്നം എന്തറിയാമോ, ഈ സീറ്റിനെ ഒന്ന് ഇതല്ലേ. മതിയാ. അപ്പോൾ വണ്ടി പുറപ്പെട്ടത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് എവിടെ നമുക്ക് അറിയണ്ട, ചുമ്മാ പോയിട്ട് കവടിയാറല്ലേ. കവടിയാർ അവിടെ കാരണം 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി സൊമാറ്റോ ബ്ലോഗിൽ അവൻ്റെ ഓർഡർ കേൾപ്പിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആണത്. എന്താ പോകുന്ന വഴി കണ്ട ഫുള്ള് ഓഫ് റോഡാണ്. ഇത് ഓഫ് റോഡ് അല്ലെങ്കിൽ കരിങ്കൽ റോഡാണ്. ഇത് കഴിഞ്ഞാൽ ഫുള്ളും നല്ല അഡ്വഞ്ചർ റോഡാണ്. ഉച്ചയ്ക്ക് നല്ലൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്, തണുപ്പുണ്ട്. ഇതുപോലത്തെ ക്ലൈമറ്റാണ് ഇതുപോലെ അഡ്വഞ്ചർ ഏരിയയിൽ വേണ്ടത്. രാവിലെയൊക്കെ എന്തൊരു വെയിലായിരുന്നു. ഓ ഇപ്പൊ നാളെ അഭിലാഷ് ആൻഡ് ബിമൽ അവർ രണ്ടുപേരും നാളെ രാവിലെ മാനന്തവാടിയിൽ വരും, രാവിലെ 8 മണിക്ക്. അഭിലാഷ് ചോദിച്ചു ഫോഗ് ഉണ്ടോ അട്ട ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഫോഗ് വരണമെങ്കിൽ മഴ വേണം. പുള്ളി വിളിച്ചപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ഒരു കുഴപ്പമില്ല വരാൻ. അപ്പൊ പോകുന്ന വഴിക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മൃഗങ്ങൾ കാണും. ചിലപ്പോൾ ആനയായിരിക്കാം, കടുവയായിരിക്കാം. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു പറഞ്ഞ വഴിക്ക്. അപ്പൊ ഇന്നിപ്പോ ഈ വൈകുന്നേര സമയത്ത് വിളിച്ചത് കാണൂല്ലേടാ. മാന് എവിടെ ഓർഡർ വാ. കണ്ടല്ലോ, സൂപ്പർ. കറക്റ്റാ കിട്ടിയല്ലേ. ഇതുകൊണ്ടാണ് പറയണേ പതിയെ വണ്ടി ഓടിക്കുന്നത്. കാരണം അറിയാമോ, റോഡിൽ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് സ്പീഡിലായിരുന്നു ഇടിച്ചല്ലേ. മാക്സിമം 30 കിലോമീറ്റർ സ്പീഡിനകത്ത് പോകണ്ട. കണ്ട ഒരു മാൻ ഇട കയറി വന്ന് നമ്മൾ സ്പീഡിൽ പോയി ഇടിച്ച് ചത്തേനെ. പാവം ചത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാൻ ഇറച്ചി കഴിക്കും. അത് തന്നെ, ഒന്നും ചെയ്യാൻ പറ്റൂല. സത്യം പറഞ്ഞ ഫുൾ പ്യൂർ ഓക്സിജൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. നല്ല എനർജിയാണ് ഇതൊക്കെ ഒരു ശ്വസിച്ചു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഒരു പുതിയ ഗ്യാങ് ആണ് ഇവരൊക്കെ. ഇതൊക്കെ എൻ്റെ ആൾക്കാരല്ല. കുറച്ച് അല്ല അത് പറയണം. ഇല്ല ഞാൻ മിംഗ്ലിംഗ് ആയപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ ഏജ് കുറവായിരിക്കും ഇവരൊക്കെ. അത്രയ്ക്ക് നല്ലൊരു സംസാരവും ഇവരെ ഫണ്ണും കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അതിശയമായിരിക്കണം. ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ വയസ്സിനെ പറയാൻ പാടില്ല അല്ലേ. വയസ്സ് പറയണ്ട, അവർ ഇപ്പോഴും യൂത്ത് ആയിരിക്കുകയാണ്. ഇപ്പോഴല്ലേ എപ്പോഴും യൂത്ത് ആയിരിക്കും അല്ലേ. ഇതല്ലോ വയസ്സ് പറഞ്ഞു ഇവർക്ക് വേറെ എന്തും ചോദിച്ചോ, വയസ്സ് ചോദിക്കാൻ പാടില്ലേടാ. ഇത്ര തന്നെ പ്രവീൺ ബ്രോ അല്ലേ. കോടമഞ്ഞിലോ താഴ്വരയിൽ കണ്ട മഞ്ഞുണ്ട, കോടമഞ്ഞുണ്ടാ പഞ്ഞി പോലെയാണ് മഞ്ഞുകളൊക്കെ. വേറെ എന്ത് വേണം അല്ലേ ഇതിനപ്പുറം അല്ലേടാ. ഇവിടെയൊക്കെ 100% കടുവയും ആനയൊക്കെ പറഞ്ഞ ഏരിയയാണ്. ഇപ്പം നല്ല വെളിച്ചമുണ്ട്, അറിയാൻ പറ്റില്ല. രാത്രി ഇറങ്ങി നോക്ക്, ഭയങ്കര ഹൊററായിരിക്കും. സംഭവം വണ്ടിയിൽ ചെറിയ പ്രശ്നമുണ്ട്, എയർ കുറവെന്ന് പറയാണ്. എയർ അടിച്ചാണ് വരുമ്പോൾ തന്നെ, ഫുൾ അടിച്ചാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ ആ റീഡിങ്ങിൽ കാണിക്കുകയാണ് എയർ കുറവാണെന്നുള്ളത് വണ്ടി പറഞ്ഞു. പ്രശ്നമാണല്ലേ. ഓ അപ്പോൾ എയർ കുറവ് തന്നെയല്ലേ. ബാക്കിയുള്ള ടയർ എങ്ങനെ? അപ്പോൾ ചെറിയൊരു മൈന്യൂട്ട് പഞ്ചറുണ്ടെന്നാണ് ഇവർ പറയണത്. ഈ ടയറിൽ കാറ്റ് അടിച്ചിട്ട് ഓട്ടോമാറ്റിക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കണം. ഈ ഭാഗത്ത് കടയൊന്നുമില്ല. ഇനി എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ ടൗണിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എങ്കിലും പഞ്ചർ ഷോപ്പ് കാണും. ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല, വണ്ടി പോവും. പഞ്ചറായില്ലല്ലോ വണ്ടി ഫുള്ളായിട്ട്. പോടാ. അപ്പോൾ ഈ ഏരിയയിലൊന്നും രാത്രി ഇതുപോലെ നിർത്താൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര പവർഫുള്ളാണ്. വെളിച്ചമുള്ളതുകൊണ്ട് നിർത്തി. എവിടെ നിന്ന് കടുവ എവിടെ നിന്ന് ആന ഒന്നും പറയാൻ പറ്റൂല. പെട്ടെന്ന് അകത്ത് കയറിക്കോ. ഈ എൻ്റെ അമ്മോ ചേട്ടാ, രാത്രി ഈ ഏരിയയിൽ ഡേഞ്ചറല്ല, നിർത്താൻ പാടില്ല വണ്ടി ഒന്നും. ആണല്ലേ. രാത്രി മാത്രമാണ്. ഇത് ജംഗിൾ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ്. ഇതാ ഈ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ റിസോർട്ടിനകത്ത്. പക്ഷെ അവിടെ ഭയങ്കര റേറ്റ് ആണ്. അടുത്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് ബൈസൺ കേട്ടാ. ഓക്കെ ഞാൻ ഒന്നും പറയണില്ല. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെ നിൽക്കണോ അങ്ങനെ നിൽക്കണം. കാരണം ഇത് ഓരോന്നും ഓരോ സ്വഭാവക്കാരാണ്.
അതിനുണ്ട് പൊളിയല്ലേ. നോക്കണേ നമ്മൾ നോക്കണേ, ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് പാട്ടിന് പാവം കഴിക്കാൻ വന്നത് കഴിച്ചിട്ട് പോട്ട്, നമ്മൾ അതിനെ കാണാൻ വന്നത് കണ്ടിട്ട് പോകണം, അത്ര തന്നെ അല്ലേ ഏട്ടാ. കന്നുകാലികളിൽ ഏറ്റവും വലുത് ഇതാണ് ഇപ്പം കണ്ടത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം കണ്ടതിനേക്കാൾ വലുതുണ്ടല്ലേ പറയല്ലേട്ടാ. ഇത് കണ്ടത് മീഡിയം സൈസ്, ഇത് വളർന്ന് വലുതാകുമ്പോൾ നല്ല പൊക്കമായിരിക്കും. ഇത് എപ്പോഴാണ് വയലൻ്റ് ആവണം? അത് അപ്പം ദേഷ്യം വരുമ്പോൾ അതല്ല അതിനെ എന്തുകൊണ്ട് വയലൻ്റ് ആവും? അത് കാരണം അതിനെ അങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ ചെന്നാലോ അല്ലെങ്കിൽ അതിന്റെ സ്വൈര വിഹാരത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വയലൻ്റ് ആവും. നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരെ ഇപ്പൊ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് പിടിച്ച് കുളിക്കാൻ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആരും നോക്കിയാൽ പിടിക്കാം. നമുക്ക് നോക്കിക്കൊണ്ട് ആവശ്യമില്ല അല്ലേ. കൊതി വിട്ട് വയറ് വരാൻ കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരു സൈഡിൽ നിന്ന് പുല്ല് തിന്നുന്നു. അത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നേരെ ഇനി റൂമിൽ പോകാം. വേറെ ഒന്നും പറയാനില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം വരണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതാണ് സ്പോട്ടഡ് ഡിയർ, പുള്ളിമാൻ എന്ന് പറയും മലയാളത്തിൽ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു ഏട്ടണം കാണില്ല കേട്ടോ. കൊള്ളാമല്ലോ, വന്നതിൽ മുതലായില്ല കേട്ടോ. കുറച്ച് കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മളെ റിസോർട്ട് മാത്രമല്ല, ഇവിടെ 2 റിസോർട്ടുണ്ട്. ഒന്ന് KTDC ടാമറിൻ്റെ KTDC റിസോർട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഹിമഗിരി ഹോംസ് ഉണ്ട്. ഫോൺ നമ്പറുണ്ട്, നോട്ട് ചെയ്ത് വേണമെങ്കിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം. അവിടെയൊക്കെ തൊട്ട് അപ്പുറത്തുണ്ട് എലിഫാൻറ്റ് വാലി റിസോർട്ട്. അങ്ങനെ മൊത്തം 4 റിസോർട്ട് ഈ ലൊക്കേഷനുണ്ട്. അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുമ്പോൾ റേറ്റൊക്കെ ചോദിച്ച് ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അഗൈൻ റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ രാത്രി ഒന്നും കാണിക്കാനൊന്നുമില്ല. ഇനി നമ്മൾ കാപ്പ് പിടിക്കണം തന്നെ പോയിട്ട്. ഇപ്പോൾ രാത്രിക്കുള്ള ആഹാരം നേരത്തെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അത് പോയി കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് രാത്രി കിടന്ന് ഉറങ്ങണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. മണിപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി കഴിക്കാൻ സമയമായി. അപ്പോൾ എല്ലാ ഐറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത സാധനം എത്തും അല്ലേ. ഇപ്പോൾ എന്തൊക്കെ ഐറ്റംസ് നോക്കി കാണിച്ചില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ചില്ലി, പിന്നെ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ 2 പ്ലേറ്റ് ചിക്കൻ റോസ്റ്റ് അല്ലേ. പിന്നെ ജീര റൈസ്, അതിനകത്തുള്ളത് പൊറോട്ട ആൻഡ് ചപ്പാത്തി. അങ്ങനെ ഇത്ര ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഒരു രക്ഷയില്ല, നല്ല ലേവിഷാണ്. വാച്ച് തിന്ന് വയറ് നിറയ്ക്കേണ്ടതാണ് അല്ലേ. ഇത്രേ ഉള്ളൂ. കട്ടക്ക് നിൽക്കണം ഗൈസ്, കമ്മോ. ഇങ്ങനെ മുക്കി എടുത്ത് കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. ഇനി ഇറച്ചിത്തുണ്ട് പീസ് എടുത്ത് എല്ലാം കൂടെ ചെയ്യാം. സംഭവം പോയി ഇന്നത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഫുഡും സൂപ്പറാണ്. നല്ല കൈപ്പുണ്യമുണ്ട് ഏട്ടാ. ഇവിടെ നമ്മൾ ഉറച്ച് ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക്. അവർക്കൊന്നും ബുദ്ധിമുട്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പോൾ അത് സംസാരിക്കുന്നത്. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇത് വയനാട് വ്ളോഗ് നമ്പർ Day 3 ആണ്. നമ്മളിപ്പോൾ എത്തിക്കുന്ന സ്ഥലം വയനാട് തന്നെ. പിന്നെ അവിടെ പോകാം അല്ലേ. മണിപ്പോൾ രാവിലെ 9:15 ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുനെല്ലി റിസോർട്ടിലാണ്, അഗ്രഹാര റിസോർട്ട്. അപ്പോൾ ഇന്ന് 2 പേര് എക്സ്ട്രാ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവരെ പിക്കപ്പ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ആദ്യം കാപ്പ് കുടിക്കണം. അപ്പോൾ കാപ്പ് കുടിച്ചിട്ട് നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് കാറിൽ കയറി നേരെ അങ്ങോട്ട് പോകുന്നത് പുൽപ്പള്ളി അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ചേർന്ന് മൊത്തം 5 പേരായിട്ട് മാറാൻ പോവുകയാണ്. ഇനി 5 പേരും ചേരുമ്പോൾ എന്തൊക്കെ നടക്കാൻ പോകണമെന്നോ. 3 പേർക്ക് ഭയങ്കര ബഹളമായിരുന്നു കാറിൻ്റെ അകത്ത്. ഒരേ കോനടിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ ഒട്ടും പറ്റില്ല ആ സമയത്തൊന്നും. കാരണം ഇവർ കാരണം കളത്തുമ്പോഴേ നമുക്ക് അതിനിടയ്ക്ക് വാക്കുകൾ പറഞ്ഞില്ല. അതല്ലേ മെയിൻ പ്രശ്നം. അപ്പോൾ അതിന് കാപ്പ് പിടിക്കാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും പറയണോ. സത്യം പറഞ്ഞാൽ ഇതിൽ പാർട്ട് 1 പാർട്ട് 2 കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതിന് ലെങ്ത്ത് നോക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. ചുമ്മാ വ്ളോഗ് ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ അത് കയറാം. ഇതാണ് ഡൈനിങ്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ എന്താ കയറ്റമുണ്ട് ഇന്നലത്തെ ഐറ്റം തന്നെ. തന്നിമ്പ് തേങ്ങയുടെ തുണ്ട് പീസുകൾ, പിന്നെ ബട്ടർ, ജാം, ബ്രെഡ്. അപ്പം കാപ്പി ഉണ്ടാവുന്ന ഓട്ടം മെയിനായിട്ട്. ദോശയാണ്. ദോശയുണ്ട്, ഉപ്പുമാവുണ്ട്, സാമ്പാർ, കടല. നമ്മൾ രാജേഷ് ബ്രോയാണ്. കൈയോട് കാപ്പി കുടിക്കുന്ന സമയത്ത് കാപ്പി പിടിച്ചില്ലല്ലോ, അറിയാം. ഓക്കെ ഓക്കെ, പുള്ളിക്കാരൻ നമ്മൾ കഴിച്ച് കഴിക്കുള്ളൂ. അത്ര സ്നേഹമാണ് നമ്മുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ ആദ്യം ഹാൻഡ് വാഷ് ചെയ്യാം. പാ, നല്ല പാട്ടല്ലേ രാവിലെ തന്നെ. ഇതുപോലത്തെ പാട്ട് കേട്ടാലേ വൈബ് കിട്ടുള്ളൂ കേട്ടാ. കോപ്പറേറ്റ് ശരിയാണ്. ഇയ്യോ കോപ്പറേറ്റ് വരും. അപ്പോൾ നമ്മൾ ചേർന്ന് പാടണം. ആ പാട്ടിന് വരി അറിഞ്ഞൂടല്ലോ, നല്ല പ്രശ്നം. ഞാൻ അങ്ങനെയാണ് പാട്ട് ഇത് ഇടുമ്പോഴേ ഞാൻ കൂടെ ചേർന്ന് പാടാം. കോപ്പറേറ്റ് ഇല്ല ഉണ്ട്. പിന്നെ നമ്മുടെ പാട്ടിൻ്റെ ഇത് റേഞ്ച് മാറിയില്ലേ നമ്മൾ പാടുമ്പോൾ, അത് വേറെ പാട്ടായിട്ട് മാറുകയാണ്. ഉപ്പുമാവും ശകലം മതി, ചൂട് വെക്കണം, അത്രേ ഉള്ളൂ. കടല റോസ്റ്റാ, ഫ്രൈ എന്തോ സംഭവമാണ്. നല്ല എരിവാണ്, കാണുമ്പോൾ അറിയാം. ആ ദോശ സൂപ്പർ ആയിട്ടാണ്, സോഫ്റ്റ് ആക്കി. ചെറുതായിപ്പോട്ടെ. കോയിൻ പൊറോട്ട പോലത്തെ കോയിൻ ദോശ അല്ലേട്ടാ. അത് ഇങ്ങനെ ദോശ എടുത്ത് സാമ്പാറിൽ മുക്കിയിട്ട് കുറച്ച് മലക്കറി വെണ്ടയ്ക്ക കൊണ്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ വെണ്ടയ്ക്ക മുറ്റി തോന്നണട്ടാ, കുറച്ച് കട്ടിയായിരിക്കും. ഓ ഓക്കെ, വെജിറ്റബിൾസൊക്കെ ഫ്രഷാണ്, വലിയ കുഴപ്പമില്ല. ഞാനുണ്ട് ഫുഡ്, അടിപൊളി ഫുഡ് എന്ന് പറയാനില്ല. പറയാനില്ലേ ദോശ കട്ടി പിടിക്കും തന്നെ തന്നെ കട്ടി പിടിക്കും. ഒരു മാവ് കുറച്ച് സോഫ്റ്റ് ആണല്ലേ. ഇപ്പോൾ ഇവിടെ ഇഷ്ടമാണ് കഴിക്കാം. അവരോട് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഉണ്ടല്ലോടാ. വേറെ ഓർഡർ ചെയ്താ ബുൾസയാ. അപ്പോൾ ആൾക്ക് ഡബിൾ ബുൾസ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് അപ്പോൾ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എന്തോന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബാഗെല്ലാം പാക്ക് ചെയ്യണം ഫസ്റ്റ് പോയിട്ട്. ഒന്നും മറക്കാൻ പാടില്ല. പേഴ്സ് ഫോൺ മെയിനായിട്ട് മറക്കാൻ പാടില്ല. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ അത്ര തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടൊന്നും തോന്നണം കേട്ടോ. ഇനി എടുത്ത് വെക്കാനുള്ള തോർത്തെടുത്ത് വെക്കാം. തോർത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. നല്ല ഉണങ്ങട്ട് കുറച്ച് നേരത്തെ.
ആ എത്തിയേ നമ്മളെ പയ്യൻ. പുള്ളി ഒരു പേരുണ്ടായി, എന്ത് പേരിടാ? ബ്രൗണി. ബ്രൗണി കൂട്ടാ സുഖമാണാ? പാവം കേട്ടോ, എവിടെ പോയാലും കൂടെ വന്ന് നിൽക്കും. ഒന്നും ആഗ്രഹിച്ച് പറഞ്ഞതല്ല, എന്തോ നമ്മുടെ അടുത്ത് ഇഷ്ടം അത്രയാണ്. ഓക്കെ വാ വാ വാ. ആ നല്ല മനുഷ്യല്ലേ, നല്ല മനുഷ്യനല്ലോ. നല്ല മനുഷ്യൻ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല, മനുഷ്യൻ്റെ ക്വാളിറ്റി കൊണ്ട് അല്ലേ. റൂമിൽ വന്നാച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വെച്ച് ഹെഡ്ഫോൺ എടുത്ത് വയ്ക്കണം. ഇത് പിന്നെ പഴമാണ് ഇന്നലെ വാങ്ങിച്ചത്, കുറച്ച് ബാക്കിയുണ്ട്. ഇപ്പോൾ തോർത്തിരിക്കുകയാണ് എൻ്റെ. ഇത് കുറച്ച് ഉണങ്ങാറുണ്ട്. ശരിക്കട്ടെ, ഫാൻ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഫാനിൻ്റെ കാറിൽ കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് മടക്കി ബാഗിനകത്തൊക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ നനവ് കംപ്ലീറ്റും മറ്റുള്ള തുണിയിലും പോകും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ട് കാണിച്ചില്ല. ഇപ്പോൾ ഇവിടെ പിള്ളേർക്കുള്ള പാർക്കുണ്ട്, ഇത് ഇന്നലെ കാണിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി. തിരക്കെന്ന് പറയാൻ വേറെ ഒന്നുമില്ല, സംസാരിച്ചുകൊണ്ടൊന്ന് കവനെ അടിച്ചുകൊണ്ട് ആ സമയം പോയി അറിഞ്ഞില്ല. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗാർഡൻ ഉണ്ട് നല്ലപോലെ. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടെ കുളിക്കുകയാണ്. പെണ്ണുങ്ങളുണ്ടോ? പെണ്ണുങ്ങളുണ്ട് അങ്ങോട്ട് പോകണ്ടല്ലേ. ചിലപ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇവിടെ നിന്ന് കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ ആ സ്വിമ്മിംഗ് പൂൾ അവിടെ ഉണ്ട്. ഇവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഇത് കോപ്പറാണ്. കോപ്പറൊന്നുമില്ല, കോപ്പർ കളർ അടിച്ചിരിക്കുന്നേ ഉള്ളൂ, കോൺക്രീറ്റ് തന്നെ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, മാവ് ഇഷ്ടം പോലെ കേട്ടോ. മാവുണ്ട്, ചക്കയുണ്ട്. ഇതൊക്കെ ഇന്നലെ പറഞ്ഞു, ചുമ്മാ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലേ, എന്തെങ്കിലും പറയാൻ വേണ്ടി പറയാൻ പാടില്ല. ഇവിടെ കുറേ റൂംസ് ഉണ്ട്. ഇവിടെ 1, 2, അവിടെ 3, പിന്നെ 4, 5, 6, 7, 8 അങ്ങനെ ഒരു 10, 15 വരുമായിരിക്കും. ഇത് നമ്മളെ പ്രവീൺ ചേട്ടൻ്റെ റൂമാണ്, അത് നമ്മളെ റൂം. ഓക്കെ, നമ്മൾ റൂം വെക്കറ്റേ പോവുകയാണ്. അപ്പോൾ എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗെല്ലാം അടുത്ത് തോളി കയറ്റി. ഇവിടെ ഒന്നുമില്ലല്ലോ, ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള മേശയും ബാക്കിയെല്ലാം ഓക്കെ. ബാത്റൂമൊന്നും ഇല്ല, നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്ര തന്നെ, എല്ലാം ഓക്കെയാണ്, കൺഫേം. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോണ്, റെയിൻകോട്ടിൻ്റെ ആവശ്യമില്ല, സൊമാറ്റോളോ അല്ലല്ലോ. കുടിക്കാനുള്ള വെള്ളം, മൈക്ക്, ഡ്രസ്സ്, പഴയ ഡ്രസ്സ്, തോർത്ത്, പിന്നെ എന്തൊക്കെ ഉണ്ട്, സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ്, ബ്രഷ്, പിന്നെ ക്യാമറ കയ്യിലുണ്ടല്ലോ, മൊബൈൽ ഫോൺ ഉണ്ട്. പോന്നാ അവിടെ വ്ളോഗ് തുടങ്ങി. ഇതേപോലെ ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മളെ വൈബ് അവരെ വൈബ് ഒന്നല്ലേ. അപ്പോൾ നമ്മളെ പെയിൻ, നമ്മളെ സന്തോഷം എല്ലാം അവർക്ക് കണക്റ്റ് ആവും അല്ലേ. തള്ളി ഇവിടെ തന്നെ. ഹായ്, കാഫി കുടിച്ചാ? അപ്പോൾ ഇവിടെ പറയാൻ സമയമായി. അപ്പോൾ ഇനി കാണാം അടുത്ത വർഷം വരുമ്പോൾ. ഇത് ദർശൻ, ഇത് പഴയ സ്റ്റാഫാണ്. 8 വർഷം വർക്ക് ചെയ്യണം അവിടെ അല്ലേ ചേട്ടൻ? ബ്രോഡ് എന്താണ്? തൃശ്ശൂരാണ്. ബ്രോഡ് ജോലി എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ്? ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവാണ്. ഓക്കെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. പറ, ലൈഫ് അടിച്ച് പൊളിക്കണം. കട്ടക്ക് നീങ്ങണം, നിൽക്കണം. വാ നമ്മൾ അതെ അതിൻ്റെ വേറെ സ്റ്റൈൽ നമ്മൾ. ഓക്കെ, അപ്പോൾ ഡിക്കിയിൽ എല്ലാ ബാഗ് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. എൻ്റെ ബാഗ് മാത്രം കുറച്ച് അപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാം അവിടെ സ്ഥലമില്ല. ഇത് പിന്നെ അവിടെ മെയിൻ കുഴപ്പമെന്ന് പറയുമ്പോൾ ഡിക്കിയിൽ സ്പേസ് കുറവാണ് അല്ലേ ബ്രോ? അതെ. അപ്പോൾ എല്ലാവരും ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ ഉറപ്പായിട്ട് വരും, നമ്മൾ ഇനി വരും. സത്യം പറഞ്ഞാൽ ഗ്യാങ് കുറഞ്ഞു പോയി. ഇത് 3 ഉള്ളൂ, സാറിന് 5-6 പേര് കാണുമല്ലേ ചേട്ടാ എപ്പോഴും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു. ഇന്നലെയൊക്കെ മഴയായിരുന്നില്ല, ഇപ്പോൾ ചൂട് തുടങ്ങി. അതെ, സൂപ്പർ. ഇതാണ് തൊഴിൽ ഭക്തി. അപ്പോൾ ബില്ലൊക്കെ അടച്ചായിരുന്നു. മൊത്തം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇത് മൊത്തം നമുക്ക് ആയത് 10,215 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പെർ ഡേ റേറ്റ് എന്ന് പറയുന്നത് 3000 ആണ് ഒരു റിസോർട്ടിന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ എല്ലാം ചേർത്ത് നമുക്ക് വന്നത് 10,215 രൂപ. കൊള്ളാം, നല്ല അഫോർഡബിൾ ആണ്. ഫുഡൊക്കെ വലിയ വിലയൊന്നുമില്ല, കറക്റ്റ് നമുക്ക് കൈ കൊതുങ്ങി നിൽക്കും. പാർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ ബൈ ബൈ, സി യു. കാണാം. ഓക്കെ, ടാറ്റാ. ഓക്കെ, നമ്മൾ അഗ്രഹ റിസോർട്ടിന് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയിൽ നമ്മളെ ബിമൽ ആൻഡ് അഭിലാഷ് ഉണ്ട്. അവരെ പിക്കപ്പ് ചെയ്ത് കാറിൽ കയറ്റിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ പുൽപ്പള്ളിയോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ നല്ല ഒരു സൂപ്പർ മോർണിംഗ് വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ കാരണം എത്ര മണിയായി? 10:30 മണിയായിട്ടല്ലേ? 10:30 മണിയായിട്ട് വെയിലൊന്നുമില്ല, കുറവില്ല. ഇവിടെ ഒരു ഫേമസ് ആയ ഉണ്ണിയപ്പ കടയുണ്ട്, അവിടെ പോയി നമ്മൾ കഴിക്കണം ആഗ്രഹമുണ്ട് ഉണ്ണിയപ്പം. ഇന്നലെ പോകാൻ പറ്റിയില്ല, ഇന്നലെ കുറച്ച് മഴയും കാര്യങ്ങളും. പിന്നെ പറഞ്ഞില്ലേ, ഭൂമി കിടന്ന ഒരേ കോനടിയായിരുന്നു. നമ്മൾ തന്നെ ഫേമസ് ആയ ഉണ്ണിയപ്പ കട എത്തിയിട്ടുണ്ട്. ഉണ്ണിയപ്പം കഴിക്കാൻ വയറിലൊരു ഗ്യാപ്പ് ഉണ്ടോ അറിഞ്ഞൂടാ, എന്നാലും പോയി കഴിക്കണ്ടേ, ഫേമസ് കടയല്ലേ. അണ്ണനക്കൊരു ഉണ്ണിയപ്പോ. നമ്മളെ ഭയങ്കര വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ട്രാഫിക് ബ്ലോക്ക് അവിടെ. അവിടെ ലോറി എന്തോ മറിഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ ലോറി മറിഞ്ഞിരിക്കുകയാണ്. ഫുൾ ട്രാഫിക് ബ്ലോക്കാണ്. ഭയങ്കര ആകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോൾ വരാൻ പോകണമെന്ന് പിടിയില്ല അല്ലേ. ലാറ്റാവട്ടാ, ഹിൽസ് ഏരിയ അല്ലേ, വളവ് ഭയങ്കര കയറ്റവും വളവുമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് വളച്ചെടുത്തില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയ തോൽപ്പട്ടി, നേരെ പോയ മാനന്തവാടി. ഇത് ഉണ്ണിയപ്പ കട. ഇവിടെ എന്താ കൊടുത്ത് തേനുണ്ടാ? നന്നായി സർബത്ത്, തേനല്ല, രക്തചന്ദന കട്ട. നല്ല ചൂട് മൊരുമുരാന്നുണ്ട്, ചൂടുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല വലിയ ഉണ്ണിയപ്പോൾ അല്ലേ. ഇവിടെ വന്ന് കഴിക്കണം അല്ലേ, ആ ടേസ്റ്റ് ഉള്ളു. സംഭവം സൂപ്പർ കേട്ടോ, ആ സോഫ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടാക്കി ഇപ്പോൾ കഴിച്ചാൽ. രാവിലെ കാപ്പി പിടിച്ചുകൊണ്ട് വയറ് ഫുള്ളായിരുന്നു, ഒന്ന് മതി. അപ്പോൾ കട്ടൻ ചായ വന്നിട്ടുണ്ട്. കട്ടൻ ചായ ആൻഡ് ഉണ്ണിയപ്പം, ഇതാണ് ഇവിടുത്തെ ഫേമസ് കോമ്പിനേഷൻ. കൈ പൊള്ളണേ ഇവിടെ ഓക്കെ. ആദ്യം ഉണ്ണിയപ്പം കഴിക്കാം. ചൂട് കട്ടൻ ചായ, അങ്ങനെ 6 തണിക്കട്ട്.
നമ്മളെ നോക്കണം അവരൊക്കെ ബ്ലോഗറെ ഉണ്ടായി ഇതാ ടാറ്റയൊക്കെ പറഞ്ഞു ആരുടെ പരിചയമില്ല പക്ഷെ അറിയാം നമ്മൾ യൂട്യൂബറാണെന്നുള്ളത് അതുകൊണ്ട് ടാറ്റ പറഞ്ഞു ടാറ്റ കാട്ടി ഫ്രീ ആയിട്ട് എനിക്കാണോ കിട്ടിയത് എന്താ വയസ്സിത്രായിട്ടും എനിക്കാണോ ടാറ്റ കിട്ടിയത് ആട്ടോർ എനിക്കാണ് ആട്ടോർ എൻ്റെ ടാറ്റാണ് ആരും കൊടുക്കൂല ഒരു പരിചയമില്ല ഓ ഇവിടെ ശരിക്കും കുരങ്ങന്മാരുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ നോക്കി കഴിക്കണം ഓമാർ വന്ന് പിടിച്ചോണ്ട് പോകും അല്ലേ അപ്പോൾ മൊത്തം നമ്മൾ കഴിച്ചത് മൊത്തം 5 ഉണ്ണിയപ്പം കഴിച്ചായിരുന്നു 5 ഉണ്ണിയപ്പം പാർസൽ 3 കട്ടൻ ചായ എല്ലാം കൂടെ ചേർത്ത് 95 രൂപ 95 രൂപ ലാഭം പിന്നെ നമ്മളവിടെ ഒരു ഉണ്ണിയപ്പത്തിന് 15 രൂപ പറയും ഇവിടെ 7.50 ഒരു ഉണ്ണിയപ്പത്തിന് കണ്ടാ ലാഭം കണ്ട ഇവിടെ സത്യം പറഞ്ഞാൽ ലാഭത്തിന് ഇങ്ങോട്ട് ജോലി ആൾക്കാരല്ല ഇവരൊക്കെ ഒരു സർവീസായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണം അവരുടെ കാര്യം പിന്നെ ഒരു കാര്യം ഇവർക്ക് ഇവിടെ ടാക്സും കാര്യങ്ങളും കുറവാണ് ഒരു റെന്റ് ഇല്ല മെയിനായിട്ട് കട റെന്റ് ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ചാർജ് കുറയും എന്തായാലും സത്യം പറഞ്ഞാൽ കൊടയ്ക്കാൻ ഊട്ടിക്ക് പോയി കഴിഞ്ഞാൽ നടത്ത് വാങ്ങി കേട്ടോ ഒരു ചായ 25 രൂപ പറയും ഓ ഓക്കെ നമ്മളതിൻ്റെ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയ മൈസൂർ റൈറ്റ് പോയ മാനന്തവാടി മൈസൂർ പോയാലോ കർണാടകയിലോട്ട് ഇപ്പം പോവാം 2.5 മണിക്കൂർ അടുത്തന്നെ ബോർഡറാണ് കർണാടക ബോർഡർ ഈ ലൊക്കേഷൻ്റെ പേരാണ് കാട്ടിക്കുളം ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗൺ ആണ് ഇവിടെ നമ്മളങ്ങനെ ടയർ ഷോപ്പ് എത്തിയിട്ടുണ്ട് വണ്ടി ടയർ ചെക്ക് ചെയ്യാറുണ്ട് റൈറ്റ് സൈഡ് ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു ഇന്നലെ പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് പോകാം ഓക്കെ ഇവിടെ എല്ലാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ പുതിയ ടയർ മാറ്റിത്തരും പഞ്ചർ ഒട്ടിക്കും ഇനി വീൽ അലൈൻമെൻറ്റൊക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ കാണുമായിരിക്കും അല്ലേ ഇവിടെ കറക്റ്റാണ് എയർ കറക്റ്റാണോ എനിക്ക് സംഭവം എല്ലാം കറക്റ്റ് ഞാൻ പറയാം കേട്ടോ ഇപ്പം വേറെന്ത് പ്രശ്നമാണ് സെൻസർ പോയി കാണും അല്ലേ അപ്പോൾ ചുമ്മാ ഷോ കാണിക്കണത് അല്ലേ സെൻസർ അപ്പോൾ ഓക്കെ പോകുന്ന എല്ലാം ഓക്കെയാണ് വേറെ വിഷയമൊന്നുമില്ല ഈ സെൻസറിനെ നേരത്തെ ഓഫ് ഇട്ടതാണ് ഇനി ഇപ്പോൾ ഓഫ് ഇട്ടാക്കി ഇത് വേണ്ട ആവശ്യമില്ല ചുമ്മാ ആവശ്യമില്ല കൺഫ്യൂസ് ആക്കിയാണ് നമ്മളങ്ങനെ വണ്ടി പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് മാനന്തവാടി ടൗണിൽ അവിടെ പോയി വണ്ടി നിർത്തിയിട്ട് നമ്മൾ ആ ഭീമലിലെ അഭിലാഷ് വന്നുകൊണ്ടിരിക്കുകയാണ് എത്തിയിട്ടില്ല അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അവിടെ പോയിട്ട് ഇനി അവരോടൊന്ന് സെറ്റ് ആവണം ഇവരൊക്കെ സെറ്റായി ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അപ്പോൾ ഇനി അവരെ കൂടെ ഒന്ന് നമ്മൾ സെറ്റായിട്ട് മിംഗ്ലിംഗ് ആയ വേറെ വിഷയമില്ല പിന്നെ ഫണ്ണായിരിക്കും തന്നെ അപ്പം അത്ര തന്നെ വിട്ടു അതാണല്ലേ ഇന്ന് 5 4 സഹിക്കണം എളുപ്പം നിങ്ങൾ ആരെന്നെ നമ്മളെ മാനന്തവാടി ടൗൺ എത്തിയിട്ടുണ്ട് നല്ല ബിസിയായ ഏരിയയാണ് ഇവിടെയൊക്കെ റൈറ്റ് പോയ കൽപ്പറ്റ ലെഫ്റ്റ് പോയ കൈതക്കൽ അപ്പോൾ ഇതാണ് KSRT ബസ് സ്റ്റാൻഡ് മാനന്തവാടി അപ്പോൾ അഭിലാഷ് ബിമൽ പ്രോയൊക്കെ ഇവിടെയാണ് ഇറങ്ങണത് ബസ്സിൽ വന്ന് അല്ലേ ഉറപ്പാണോ ഇവിടെ അല്ല അല്ലേ അവരെ ബസ് എവിടെയാണ് ഇറങ്ങണത് കറക്റ്റ് അറിഞ്ഞ കൊള്ളായിരുന്നു മണി ഇപ്പോൾ 12:15 കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ബിമൽ ബ്രോയും അഭിലാഷ് ബ്രോ എത്തിയിട്ടുണ്ട് അവിടെ നിൽക്കാണെന്ന് പറഞ്ഞ് ദോ നിൽക്കണം സാഹസിക യാത്ര കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. നമസ്കാരം. വെൽക്കം ടു KLT വ്ലോഗ്. വിമൽ പറയും ഒരാൾ ഇറങ്ങട്ടെയോ എന്ത് പറ്റി ബ്രോ സുഖമാണോ സുഖം കണ്ട 1 മാസമായില്ലേ 2 മാസമായ അതൊന്നും കൂടെ ചാടി കിടന്ന് കയറിക്കോ ഈ കാറിന്റെ ഓണർ ഈ പുള്ളിയാണ് വിമൽ ബ്രോ അല്ലേ കാർ പോളി ഒരു രക്ഷയില്ല ഇടയ്ക്കിടയ്ക്ക് എയർ കുറവാണെന്ന് കാണിച്ചു കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല സെൻസർ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ വ്ളോഗിനകത്ത് ഒന്നും പറയാനില്ല ഇനി അങ്ങോട്ട് പോട്ടല്ലേ ഇനിയാണുള്ളത് വന്ന് കയറിയുള്ളോ നിങ്ങളൊക്കെ കെട്ട കമ്പനിയാണ് നമ്മളൊക്കെ പുതിയ ആൾക്കാരല്ലേ ഇവരായിട്ട് ഓക്കെ സെറ്റായി നിങ്ങളായിട്ട് ഇവർക്ക് ഇറയില്ല ഞാൻ എന്നായിട്ട് കുറച്ച് കളത്തി ഞാൻ എന്ത് വ്ളോഗിൽ പറഞ്ഞാൽ കളത്തിക്കൊണ്ടിരിക്കും ഇവരാരും പല്ലും തേച്ചില്ല കുളിച്ചില്ല കാപ്പ് കുടിച്ചില്ല വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ബസ്സിൽ നിന്ന് ഇവർക്കെല്ലാം അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ട്രിപ്പ് തുടങ്ങാം ഓക്കെ വണ്ടി ഒതുക്കിയായിരുന്നു അവരൊക്കെ ഒന്ന് പല്ല് തേക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ റൂം എടുക്കണില്ല നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ഓൾറെഡി അവിടെ അപ്പോൾ അവിടെ പോയി നമുക്ക് ഫ്രഷ് അപ്പ് ആകും തൽക്കാലത്തേക്ക് പല്ല് തേക്കണം ഫസ്റ്റ് ഇവർ കാപ്പ് പിടിച്ചിട്ടില്ല മണി 12 എത്ര നേരം കൊണ്ട് ശരിയാണ് അപ്പോൾ ആദ്യം പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവട്ടെ അല്ലേ അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരത്തേക്ക് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനി നേരെ പോകണ്ടല്ലേ അപ്പോൾ ഓക്കെ വണ്ടി പുറപ്പെടാം എല്ലാം ആയല്ലോ സെറ്റായി ഇനി വേറെ വിഷയമൊന്നുമില്ല നല്ല പാട്ടും പാടി ജോളിയായിട്ട് പോകാം പാട്ടൊന്നും പാടാന്നില്ല പാട്ട് കേട്ട് പോകാം അല്ലേ ആരെങ്കിലും പാട്ടപ്പെടോ ഇതിനകത്ത് പാട്ടോ ഡാൻസോ അങ്ങനെ ഉണ്ടാ സുധീഷിന്റെ അടുത്ത് ചോദിച്ചു വരുന്നവർ എങ്ങനെയുണ്ട് കേട്ടോ അവര് നമ്മളെപ്പോലെ എല്ലാരും കമ്പനിയാണ് ഞാൻ അത് വന്ന് കാണാം അപ്പം വിമല് മാത്രം കുറച്ച് സംസാരം കുറവായിരിക്കും പക്ഷെ സംസാരിച്ച് തുടങ്ങിയ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോകേണ്ട ജീപ്പ് അതാണ് ഇനി നല്ല ഓഫ് റോഡ് ട്രാവലിംഗ് ആണ് അങ്ങോട്ടുള്ളത്
റോഡ് ഭയങ്കര ഓഫ് റോഡാണ്, റോഡേ ഇല്ല, അത് നടന്നു പോകാനും ഭയങ്കര പാടാണ്. ഇവിടെ അത് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ. പിന്നെ കുറച്ച് വ്ളോഗ് എടുക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ രാത്രിയിൽ കടുവ ഇറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്യാരണ്ടി ഇല്ല ജീവന്. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് റിസോർട്ട്. സൂപ്പർ അല്ലേ, എങ്ങനെയുണ്ട് കണ്ടാ?